വിനോദ് ഖത്തർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിലാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സൗദി അറേബ്യയിലെ പ്രവാസികളായ നമ്മൾ ഒരുവിധ ആളുകളടുത്ത് സ്വന്തമായിട്ട് വാഹനമുള്ളവരും കഫീലിൻ്റെ വാഹനം ഓടിക്കുന്നവരാണ് അല്ലേ? നിങ്ങളുടെ വാഹനത്തിൻ്റെ MVPA ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുതുക്കുന്നതാണ് നല്ലത്. സത്യത്തിൽ എല്ലാവരും വിചാരിച്ചുള്ളത് എന്താ വെച്ചെങ്കിൽ ഇപ്പൊ MVP ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് പുതുക്കിയാൽ മതി, അല്ലെങ്കിൽ ഇൻഷുറൻസ് കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല, അത് പിന്നീട് പുതുക്കിയാൽ മതി, ഫൈൻ വരില്ല എന്നൊക്കെയാണ് ഒരു ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്താ ചില ക്യാമറകൾ MVPയുടെ ബാർകോഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് അത് റിന്യൂ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരുന്നുണ്ട്. 115 റിയാലാണ് ഫൈൻ വരുന്നത്. ഈ MVP എടുക്കാൻ അല്ലെങ്കിൽ ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര 100 റിയാലും 113 റിയാലും കൂടെ വരുന്നുള്ളൂ. 115 റിയാലോളം ഫൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയാദിലെ എയർപോർട്ടിലേക്ക്, കിങ്കാലിലെ എയർപോർട്ടിലേക്ക് നമ്മൾ ഒരുവിധ ആളുകളും നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പിന് പോകാറുണ്ട്. ചില ആളുകൾ ടാക്സി ആയിട്ട് ഉപയോഗിച്ച് ടാക്സി ഓടുന്നവരുണ്ട്, പ്രത്യേകിച്ച് മലയാളികളൊക്കെ. അങ്ങനെ ഓടുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്നത്, അവിടെ റിയാദ് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആരോ സുഹൃത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കസ്റ്റമറായിട്ട് അവർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ചില പോലീസുകാർ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്തിട്ട് അവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഇസ്തിമാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MVPയോ എന്തായാലും പുതുക്കിയിട്ടില്ല, അത് എക്സ്പയർ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു അപ്പം തന്നെ ഫൈൻ ഇട്ട് തരുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ അപ്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുകൂടി ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ 2 ദിവസം മുമ്പ് എയർപോർട്ടിൽ പോയപ്പോൾ ഇതേപോലെ ഒരു പോലീസുകാരൻ അവിടുന്ന് നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്തു. ഇവൻ അറിയാണ്ടാണ് എടുത്തത്, ഇവൻ അറിഞ്ഞിട്ടില്ല. അറിയാതെ എടുത്ത് ഇവന് വീട്ടിലെത്തുമ്പോഴേക്കും ഇവന് അപ്ഷകൾ ഫൈൻ വന്നു. 115 റിയാലാണ് ഫൈൻ വന്നത്. ഇവൻ്റെ MVP കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് MVP എടുത്തു. അപ്പോൾ നമ്മൾ ഈ ഫൈന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. MVP കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എടുക്കുക. ഇപ്പോൾ പെരുന്നാളൊക്കെ വരുന്നത്, പെരുന്നാളിന് വെക്കേഷനൊക്കെ ഉണ്ട്. 4-5 ദിവസം 7 ദിവസം 8 ദിവസമൊക്കെ വെക്കേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ ദമാം, അൽക്കോബാർ, രാസ്തന്നൂർ അവിടേക്കൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ചെക്ക് പോസ്റ്റിലും, ദമാം പോകുന്ന എല്ലാ ചെക്ക് പോസ്റ്റിലും ഇപ്പോൾ പോലീസുകാർ MVPയുടെ ബാർകോഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. അതായത് ലൈസൻസും ഇസ്തിമാറും ചോദിച്ചു കഴിഞ്ഞിട്ട് അത് എടുക്കുന്നതിന് മുമ്പ് അവരവിടെ ചെന്നിട്ട് ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ഇത് MVP വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ചെക്ക് പോസ്റ്റിലും ഇതിനു വേണ്ടിയിട്ട് തന്നെ പോലീസുകാർ നിൽക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതുപോലെ തന്നെ റിയാദിലെ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിൽ എക്സിറ്റ് 8 കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്, തുമാമ റോഡ് എത്തുന്നതിന് മുമ്പ് ഇടത്തെ ഭാഗത്ത് വരുന്ന യെല്ലോ ലൈനിൽ പോയി കഴിഞ്ഞാൽ 750 റിയാൽ ഫൈൻ വരുന്നുണ്ട്. അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ 750 റിയാൽ ഫൈൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ മലയാളീസ് നമ്മുടെ എയർപോർട്ടിലേക്ക് ഓട്ടം ഓടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇസ്തിമാറയിലും ശരി അല്ലെങ്കിൽ MVP ആയാലും ശരി കഴിഞ്ഞൊരു പുതുക്കുക, എന്നിട്ട് നിങ്ങളുടെ ലോങ് യാത്രയ്ക്ക് പോവുക, ദമാമിലേക്കൊക്കെ പോവുക. അടുത്ത ഇൻഫർമേഷൻസ് വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഖത്തേർ.